ഹായ് ഫ്രണ്ട്സ്, നാം ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എളുപ്പ വഴികൾ, കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മീൻ ചിലപ്പോൾ കൂടുതൽ വാങ്ങാറുണ്ട്, എന്നിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ വെറുതെ കഴുകി ഫ്രീസറിൽ വെച്ചാൽ എടുത്ത് നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ അറിയാം, ഒരു ചെറിയ ഒരു ഉണക്കമീൻ്റെ സ്മെല്ല് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. അതെടുക്കുമ്പോൾ എടുത്തിട്ട് നമുക്ക് കറി വെച്ചാലും വറുത്താലും ഒക്കെ ഒരു കുഴപ്പമില്ല, ഫ്രഷ് മീൻ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ എന്താ പറയുക, നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണികളുണ്ടല്ലോ, കൈ തുടയ്ക്കുന്നത്, അതുപോലെ തന്നെ അടുപ്പിൻ്റെ മുകളിൽ തുടയ്ക്കുന്നത്, സ്ലാബ് തുടയ്ക്കുന്നത് ഒക്കെ അത്ര കുറച്ച് എണ്ണമയം ഒക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും ചിലപ്പോൾ അത്ര നല്ല ക്ലീൻ ആവാറില്ല. അത് ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1.5 ലിറ്റർ കഞ്ഞിവെള്ളമുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിച്ചൊഴിച്ച് അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇത് കഞ്ഞിവെള്ളം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. അത് കല്ലുപ്പായാലും കുഴപ്പമില്ല, പൊടിയുപ്പായാലും കുഴപ്പമില്ല. ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. പിന്നീട് ഒരു 3-4 തുള്ളി ഉജാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ ഉപ്പും ഉജാലയും കഞ്ഞിവെള്ളം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. മിക്സായിട്ട് നമുക്ക് ഈ തുണികൾ, നമുക്ക് വെളുപ്പിച്ചെടുക്കേണ്ട തുണികൾ ഏതാണോ അതെല്ലാം നമ്മൾ അതിനകത്തേക്ക് നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഉണ്ടോ, ഒത്തിരി കളർ മങ്ങി, ഒത്തിരി വെറുതെ സാധാരണ നമ്മൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ എടുത്ത് പുറത്തേക്ക് കളയും, അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഒത്തിരി അഴുക്കും കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനിത് അടുപ്പത്തൊന്ന് വെച്ച് തിളപ്പിക്കാൻ പോകണം കേട്ടോ. 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കഴുകിയെടുക്കണം. കണ്ടോ, ഇതാണ് ഞാൻ തിളപ്പിച്ചിട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ എടുത്തതാണ്. കണ്ടോ, നല്ലപോലെ അഴുക്കുണ്ട്. ഇപ്പം തന്നെ കുറേ അഴുക്കൊക്കെ അതിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ, കയ്യിലിട്ട് കഴുകും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കല്ലിലിട്ട് തിരുമ്പി കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടോ, അതാ ഞാൻ കഴുകി കൊണ്ടുവന്നതാണ്. ഇതാ കണ്ടോ, അത് പഴയ പോലെയല്ലേ, ഇപ്പോൾ ഒരു നന്നായി വെളുത്തിട്ടുണ്ട്. ഇനി അത് ഉണങ്ങിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ എത്രമാത്രം കണ്ടോ, ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് തുണിക്ക്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ വേസ്റ്റായി കളയാതെ തുണികളെല്ലാം ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഹാർപ്പിക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനതിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹാർപ്പിക്കാണ് ഒഴിക്കേണ്ടത്. ഹാർപ്പിക്ക് എത്ര പറയുക, ഒരു 2 ടേബിൾ സ്പൂണ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നല്ല ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പ്ലാസ്റ്റിക് സ്പൂൺ തന്നെ ഉപയോഗിക്കണേ, അല്ലെങ്കിൽ മരത്തിൻ്റെ ആയാലും മതി, ലോഹത്തിൻ്റെ ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഉപ്പും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അതിനകത്തേക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണേ. ഇനി നമ്മൾ ചേർക്കുന്ന വിനാഗിരിയാണ്, വൈറ്റ് വിനാഗിരി. 2 സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളം അല്ലേ എടുത്തുള്ളൂ, 2 സ്പൂൺ ഹാർപ്പിക്ക് എടുത്തുള്ളൂ. അപ്പോൾ 4 സ്പൂൺ എടുത്താൽ അളവ് കൂട്ടിയെടുക്കുക. അപ്പോൾ അതും വെള്ളത്തിൽ നല്ല മിക്സായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്, നമ്മുടെ സോഡാപ്പൊടി ഇല്ലേ, അപ്പക്കാരം, അത് 1 സ്പൂണ് നിറച്ചെടുക്കണം. അതിടുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു രാസപ്രവർത്തനം നടക്കും ഇതിനകത്ത്. അപ്പോൾ ഇത് നിറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ, വേഗം അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക്, ഞാൻ ഒരുവിധം വലിയ പാത്രം എടുത്തത്, എന്നാലും ഇത് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഉടനെ നമ്മൾ വേറൊരു പാത്രം എടുത്ത് അതിലേക്കൊന്ന് മാറ്റണം. ഞാനൊരു കപ്പിലേക്ക് അപ്പോൾ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ,
ഇതിന് നമ്മൾ അത് ഒന്ന് മാറ്റി വയ്ക്കും, കുറച്ച് നേരം മാറ്റി വയ്ക്കും, പിന്നെ പതയൊക്കെ താഴ്ന്നു വരും. എന്നിട്ട് നമ്മളിത് വല്ല സ്പ്രേ ബോട്ടിലിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു നോർമൽ കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പൊന്ന് ഹോളിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം അത് ഇരിക്കട്ടെ. നമുക്ക് ഇത് ഒരെണ്ണം മാറ്റി വയ്ക്കാം. ഈ കപ്പിലിരിക്കുന്ന ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു കാര്യം ഇവിടെ നമ്മൾ ചെയ്തൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ബർണറില്ലേ, അതാ കണ്ടോ, എൻ്റെ ബർണർ വളരെ ഇങ്ങനെ കറുത്തിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ക്ലീൻ ചെയ്തിട്ട് കുറേ ആയി. അപ്പം ഞാൻ ഈ ബർണർ ഒരു വേറൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് അത് നഖക്ക രീതിയിൽ നമ്മുടെ ഇപ്പോൾ തയ്യാറാക്കി ലിക്വിഡ് വെച്ച് കൊടുത്തു. ഇനി ആ ലിക്വിഡ് അവിടെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോൾ ഈ ബാക്കി വന്ന ലിക്വിഡ് ഞാൻ ഈ പാത്രത്തിൽ ഈ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ പാത്രം ക്ലീൻ ചെയ്യാനും പിന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനും നമ്മുടെ ബാത്റൂമിലെ ബക്കറ്റ് മഗ്ഗൊക്കെ ഇല്ലേ അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഒരു ബോട്ടിലാക്കി അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നില്ലേ ബർണർ, അതൊന്നും എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1 മണിക്കൂറായ കുറച്ചുകൂടെ ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഞാനിതൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ തേച്ച് ഉരച്ച് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റുകളാണ് എപ്പോഴും ഞങ്ങൾക്ക് പ്രോത്സാഹനമായിട്ടുള്ളത്. കണ്ടോ, ദാ ഇതുപോലെ വെളുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബർണർ നല്ല ക്ലീൻ ആയില്ലേ? എത്ര ഈസിയാണെന്ന് കണ്ടോ ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ഇത് കഷ്ടപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അവിടെ കൊണ്ടേ കൊടുത്ത് ചെയ്യിക്കാറുണ്ട് റിപ്പയർ ചെയ്യുന്നിടത്ത്. ഇത് ക്ലീൻ ചെയ്യാത്ത ബർണർ, രണ്ട് തമ്മിലുള്ള വ്യത്യാസം വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്കൊന്ന് സിങ്ക് ക്ലീൻ ചെയ്യാം. എൻ്റെ സിങ്ക് ഇവിടെ കുറച്ച് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് അല്പം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രേ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം കിടന്നിട്ട് കഴുകുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ക്ലീൻ ആവും. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നില്ല, അപ്പം തന്നെ കഴുകാൻ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ബാത്റൂമിലൊക്കെ പ്രയോഗിക്കാം നമുക്ക്. ഇനി ഞാനൊരു ബ്രഷാണ് ഉപയോഗിക്കുന്നത്. സ്ക്രബ്ബർ ഉപയോഗിച്ചോ ബ്രഷ് ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും കഴുകാം. അപ്പോൾ നമ്മൾ സ്ക്രബ്ബർ പിടിക്കുമ്പോൾ നമ്മുടെ കൈയെല്ലാം ഭയങ്കര എന്താ പറയുക ഹാർഡായി പോവും. അപ്പോൾ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നോക്കാം നമുക്ക് എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാ കണ്ടോ, നന്നായിട്ട് വെളുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ഇത് ഇത്തിരി ഒഴിച്ചിട്ട്, അതുപോലെ തന്നെ ടാപ്പ് കണ്ടോ, ടാപ്പൊക്കെ ഒത്തിരി അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ആ ടാപ്പ് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സ്ക്രബ്ബറിൽ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഹാർപ്പിക്ക് ഉപയോഗിച്ച് മറ്റൊരു കുപ്പി ബോട്ടിൽ ഹാർപ്പിക്ക് ഉപയോഗിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ ഉപയോഗിക്കാമല്ലോ. ഇനി നമുക്ക് ഈ ബാത്റൂമിൽ രാത്രി നമ്മൾ ബാത്റൂമിൽ ഇങ്ങനെ ഇത്തിരി ഒഴിച്ചു കൊടുത്തു വിട്ടാൽ എന്താ പറയുക, രാവിലെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല, അതൊന്നും ഇല്ലാതിരിക്കും. അതുപോലെ രാത്രി ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് രാവിലെ വെറുതെ ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ നമ്മൾ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാറില്ലേ, പൊടികളൊക്കെ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇത് ടൈറ്റ് ആയിട്ടിരിക്കും, തുറക്കാൻ ഇത്തിരി പ്രയാസം കാണും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈസി ആയിട്ട് തുറക്കാൻ വേണ്ടി ഉള്ള ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. വാസ്ലിൻ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണല്ലോ. ആ വാസ്ലിൻ അതിൻ്റെ പുറവശത്ത്, അകത്ത് ഉപയോഗിക്കേണ്ട, പുറത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അടപ്പ് തുറക്കാൻ പറ്റും. അതുപോലെ കുട്ടികളുടെ ടിഫിൻ ബോക്സൊക്കെ ഈ പ്രശ്നം വരാറുണ്ട്. ചിലപ്പോഴും അവർക്ക് തുറക്കാൻ പറ്റാതെ ചോറ് പോലും ഉണ്ണാതിരിക്കാറുണ്ട്. നമ്മൾ ടൈറ്റായിട്ട് അടച്ചു കൊടുത്തില്ലെങ്കിൽ ലീക്കാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുട്ടികളുടെ പാത്രം മുറുക്കി അടച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ ഒരു പഴയ പാത്രം എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി ടൈറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ ഇത് ഗ്രീസ് ചെയ്ത് കൊടുക്കാം, ഈ വാസ്ലിൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റീൽ പാത്രങ്ങളോ ഒക്കെ ഏത് പാത്രം ടൈറ്റായിട്ടിരുന്നാലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തുറന്നെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. കണ്ടോ, ഈസി ആയിട്ട് തുറക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ പാത്രത്തിലിട്ട് അടച്ചു വെക്കാറില്ല, ചിലപ്പോൾ കൂടുതലുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട പിടിക്കാറുണ്ട്. ചീത്തയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ വണ്ടുകളൊക്കെ പിടിക്കും. അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇത് അരിപ്പൊടിയാണ്.
വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇത്തിരി ഉപ്പ്, ഒരു അര സ്പൂണ് ഉപ്പ് പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. പ്രാണികളൊന്നും കയറില്ല. അതുപോലെ തന്നെ കട്ട പിടിക്കാതെ ഇരിക്കും. കുറേ അധികം നാൾ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ കരുതും. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.